ഹലോ, വെൽക്കം ടു വെറ്ററിനറി. സോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ആസിഡിഫിക്കേഷൻ ഓഫ് യൂറിൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ യൂണിവേഴ്സിറ്റിക്ക് നമുക്കത് എസ്സേ ആയിട്ടൊന്നും ചോദിക്കില്ല, പക്ഷെ നമുക്കൊരു ഷോർട്ട് എസ്സേ എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു ടോപ്പിക്കാണ് ആസിഡിഫിക്കേഷൻ ഓഫ് യൂറിൻ. പിന്നെ അതുപോലെ തന്നെ എസ്സേയിലാണെങ്കിൽ തന്നെ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. So first of all, നമുക്കറിയാം normally the pH of plasma is maintained within a narrow range of 7.35 to 7.45 and ഈ ഒരു pH മെയിൻ്റെനൻസ് ചെയ്യുന്നത് ബഫർ സിസ്റ്റത്തിൻ്റെയും അതേപോലെ തന്നെ നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം, അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ റീനൽ സിസ്റ്റം ഇതിലൊരു വലിയൊരു റോള് വഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ് റീനൽ സിസ്റ്റം എങ്ങനെയാണ് pH മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, അപ്പോൾ കിഡ്നീസ് പ്ലേസ് എ മേജർ റോൾ ഇൻ ലോങ് ടേം കൺട്രോൾ ഓഫ് pH and most of the acid load from plasma is removed through the renal system. ഇനി any increase or decrease of plasma pH അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ബോഡി ഒന്നിനും എക്സ്ക്രീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആസിഡിനെയും ബൈകാർബണേറ്റിനെയും റീറ്റെയിൻ ചെയ്യും, അല്ലേ? അപ്പോൾ അങ്ങനെ യൂറിൻ ബിക്കംസ് അസിഡിക് ഓർ ആൽക്കലൈൻ. അപ്പം ബോഡിയിൽ നമ്മൾ pHന് എന്തെങ്കിലും ഡിക്രീസോ ഇൻക്രീസോ വരികയാണെങ്കിൽ ബോഡി തന്നെ എന്ത് ചെയ്യും? അതിനെതിരെ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ എക്സ്ക്രീറ്റ് ചെയ്യും, അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്യും. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡ്സ് ആർ പ്രൊഡ്യൂസ് കണ്ടിന്യൂസ്ലി ത്രൂ ഡെയിലി നോർമൽ മെറ്റബോളിസം. ഇതൊരു നോർമൽ ഫിസിയോളജിക്കൽ പ്രോസസ്സാണ് ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു നോർമൽ ഫിസിയോളജിക്കൽ പ്രോസസ്സിൽ ഇത് അക്യുമുലേറ്റ് ചെയ്യുമ്പോഴാണ് അസിഡോസിസിന് റിസൾട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ അസിഡോസിസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഈ എക്സസ് ആയിട്ടുള്ള H+ ഇസ് എക്സ്ക്രീറ്റഡ് വിയ യൂറിൻ. അതാണ് അസിഡിഫിക്കേഷൻ ഓഫ് യൂറിൻ. ഓക്കെ, അതൊരു നോർമൽ ഫിസിയോളജിക്കൽ പ്രോസസ്സാണ് നമ്മൾ ബോഡിയിൽ നോർമലി നടക്കുന്നത്. അപ്പോൾ ഈ H+ന് എക്സസ് ആയിട്ടുള്ള H+ന് എന്താ ചെയ്യുക? യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്യും. അപ്പം ഈ ഒരു മെക്കാനിസത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇറ്റ് എലിമിനേറ്റ്സ് എക്സ്ട്രാ ആസിഡ്സ്. നോർമൽ ആസിഡ് ബേസ് ബാലൻസ് ഓഫ് ദ ബോഡി ഈസ് മെയിൻറ്റെയിൻഡ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെക്കാനിസം ഓഫ് യൂറിൻ അസിഡിഫിക്കേഷൻ. ഇത് ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനാണ് കൊടുത്തത്. ഇനിയാണ് നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ ഇതാണ് വരിക, മെക്കാനിസം ഓഫ് യൂറിൻ അസിഡിഫിക്കേഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ രണ്ടായിട്ടാണ് പഠിക്കുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് ഇതിൻ്റെ യൂറിൻ അസിഡിഫിക്കേഷൻ്റെ മെക്കാനിസം ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ചിത്രം വരച്ച് വെച്ചാൽ തന്നെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് മെക്കാനിസം എന്ന് പറയുന്നത് H+ സെക്രീഷൻ ഇൻ ടു ട്യൂബുലാർ ഫ്ലൂയിഡ് ആണ്. ഓക്കെ, ഇത് നടക്കുന്നത് സെൽസ് ഓഫ് PCT, തിക് അസെൻഡിംഗ് ലിംബ്, DCT ആൻഡ് കളക്റ്റിംഗ് ട്രാക്ട്, അല്ലേ? സെക്രീറ്റ് H+ ഇൻ ടു ട്യൂബുലാർ ഫ്ലൂയിഡ് ആൻഡ് ഇത് ഒക്കേഴ്സ് ബൈ Na+H+ എക്സ്ചേഞ്ച് മെക്കാനിസം. ഒരു ആൻറ്റിപോഡർ മെക്കാനിസമാണ്. ഒരു ആൻറ്റിപോഡറാണ് ഇവിടെ മെയിനായിട്ട് പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് H+ comes from intercellular dissociation of HCO3-. നമുക്കിവിടെ കാണാൻ പറ്റും. ഒന്ന് നോക്കി, ഇവിടെ ഫസ്റ്റ് എന്താ സംഭവിക്കുന്നത്? നമുക്കിവിടെ ഇൻഡസ്റ്റീഷ്യം ഉണ്ട്, ട്യൂബുലാർ സെല്ലുണ്ട്, ലുമൻ ഉണ്ട്. ഇപ്പോൾ PCTയിലാണെങ്കിൽ പ്രോക്സിമൽ ട്യൂബുലാർ സെൽസ്, അങ്ങനെ ഇൻഡസ്റ്റീഷ്യം, ട്യൂബുലാർ സെല്ല്, ലുമൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ കാർബോണിക് അൻഹൈഡ്രസിൻ്റെ സഹായത്താൽ H2O CO2 കമ്പൈൻ ചെയ്ത് H2CO3 ആയിട്ട് മാറും. എവിടെ? ട്യൂബുലാർ സെല്ല്. ഇത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് HCO3- H+ ആയിട്ട് മാറും. ഈ HCO3- എന്താ ചെയ്യുക? ട്യൂബുലാർ സെല്ലിൽ നിന്നും ഇൻഡസ്റ്റീഷ്യത്തിലോട്ട് ഡിഫ്യൂസ് ചെയ്യും. ഓക്കെ, ഈ H+ ട്യൂബുലാർ സെല്ലിൽ ഇപ്പോൾ H+ എന്താ ചെയ്യുക? ലുമനിലോട്ട് പോകും, അല്ലേ? ഈ ലുമനിലോട്ട് പോയ H+ എന്ത് ചെയ്യും? ബൈകാർബണേറ്റ് ആയിട്ട് കമ്പൈൻ ചെയ്ത് വീണ്ടും H2CO3 ഉണ്ടാവും. ഓക്കെ,
ഒരു പ്രോസസ്സ് നടക്കുമ്പം ഈ H പ്ലസ് ഇങ്ങോട്ട് പോകുമ്പോൾ, അതായത് H പ്ലസ് ട്യൂബുലാർ സെല്ലിൽ നിന്ന് ലുമനിലോട്ട് പോകുമ്പം ലുമനിൽ നിന്നും Na പ്ലസ് തിരിച്ച് ട്യൂബുലാർ സെല്ലിലോട്ട് വരുന്നുണ്ട്. അതാണ് പറഞ്ഞത് Na പ്ലസ് H പ്ലസ് എക്സ്ചേഞ്ച് മെക്കാനിസം വഴിയാണ് ഈ ഒരു H പ്ലസ് സെക്രീഷൻ നടക്കുന്നത്. അങ്ങനെ നമ്മൾ ലുമനിലോട്ട് എന്താണ് നെറ്റ് റിസൾട്ട് എന്താണ്, H പ്ലസ് പോയി അല്ലേ, അതാണ് ഇവിടുത്തെ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നടക്കും. ഇനി DCTയിലും അതേപോലെ കളക്റ്റിംഗ് ഡക്റ്റിലും സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻ ലേറ്റ് DCT, ഓക്കെ, ഇൻ ലേറ്റ് DCT ആൻഡ് കളക്റ്റിംഗ് ഡക്റ്റ് H plus secretion is by ATP driven proton pump mechanism. അതായത് സെയിം സാധനം തന്നെ, അതായത് പ്രോട്ടോൺ പമ്പ് യൂസ് ചെയ്തിട്ട് H പ്ലസ് സെക്രീഷൻ നടക്കും. ഓക്കെ, ഇനി ഒക്കേഴ്സ് ഇത് എവിടെയാണ് നടക്കുന്നതെന്ന് അറിഞ്ഞു വെക്കണം. ഇറ്റ് ഒക്കേഴ്സ് ഇൻ സ്പെഷ്യലൈസ്ഡ് ടൈപ്സ് ഓഫ് സെൽസ്, അതായത് ഐ സെൽസ് എന്നാണ് പറയുന്നത്, ഐ സെൽസ് ഓഫ് DCT. ഈ ഐ സെൽസിൽ ഒരു ആനിയോൺ എക്സ്ചേഞ്ച് പ്രോട്ടീൻ ഉണ്ട്, BAN3 പ്രോട്ടീൻ എന്ന് പറയും. ഇതെവിടെയാണുള്ളത്? പീസോലീറ്ററൽ മെംബ്രെയിനിലാണ് ഉള്ളത്. ഓക്കെ, നമ്മൾ DCTയിലെ പീസോലീറ്ററൽ മെംബ്രെയിനിലാണ് ഇതുള്ളത്. ഈ ഒരു BAN3 പ്രോട്ടീനിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ബൈകാർബണേറ്റ് ക്ലോറൈഡ് എക്സ്ചേഞ്ചറായിട്ടാണ് ആക്ട് ചെയ്യുക. അങ്ങനെ എന്താ സംഭവിക്കുക, നമ്മൾ ബൈകാർബണേറ്റ് സുഖമായിട്ട് ഇൻഡസ്ട്രീഷ്യത്തിലോട്ട് ഡിഫ്യൂസ് ചെയ്യും അല്ലേ. അങ്ങനെ ബൈകാർബണേറ്റ് അയോൺ ഇൻഡസ്ട്രീഷ്യത്തിൽ കൂടുതലായിട്ടുണ്ടാവും, അത് റീറ്റെയിൻ ചെയ്യും. അങ്ങനെ യൂറിൻ എന്ത് ചെയ്യും, ആസിഡിഫൈ ചെയ്യും. ആസിഡിഫിക്കേഷൻ ഓഫ് യൂറിൻ അവിടെ സംഭവിക്കുന്നു. ഓക്കെ, ഇനി സെക്കൻഡ് മെക്കാനിസം എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് H പ്ലസ് ഫ്രം ട്യൂബുലാർ ഫ്ലൂയിഡ്. ഇപ്പോൾ H പ്ലസ് ട്യൂബുലാർ ഫ്ലൂയിഡിലേക്ക് സെക്രീറ്റ് ചെയ്യപ്പെടുന്നു, പക്ഷേ സമയാസമയം അനുസരിച്ച് അത് റിമൂവ് ചെയ്യപ്പെടുന്നില്ല എന്ന് വെക്കാം. അപ്പോൾ എന്താ സംഭവിക്കുക, നോർമലി അസിഡിറ്റി കൂടും അല്ലേ, യൂറിൻ്റെ അസിഡിറ്റി കൂടും. അങ്ങനെ അതൊരു ഇങ്ങനെ അസിഡിറ്റി കൂടി വരും, അതൊരു ലിമിറ്റിംഗ് pH-ലെത്തും. അതാണ് നമ്മൾ അയോണിക് pH എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒപ്റ്റിമം pH എന്നൊക്കെ പറയുന്ന പോലെ അതാണ് ലിമിറ്റിംഗ് pH എന്ന് പറയുക, അല്ലെങ്കിൽ അയോണിക് pH എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക, ആ ഒരു അയോണിക് pH എത്തി. പിന്നെ ഫർദർ സെക്രീഷൻ ബൈ ട്യൂബുലാർ സെൽസ് നടക്കൂല, അത് ഇൻഹിബിറ്റഡ് ആയിപ്പോവും അല്ലേ, അത് ഡിക്രീസ്ഡ് ആയിപ്പോവും. ഓക്കെ, അപ്പോൾ ഈ H പ്ലസ് ഇവിടെ H പ്ലസ് കൂടിയൊരു സാഹചര്യമാണ് കേട്ടോ. ആദ്യം പഠിച്ച മെക്കാനിസം എന്ന് പറയുന്നത് എന്താണ്, H പ്ലസ് സെക്രീറ്റ് ചെയ്യുകയാണ് ട്യൂബുലാർ ഫ്ലൂയിഡ്സിലേക്ക് അല്ലേ. ഇനി നടക്കുന്നത് എന്താണ്, റിമൂവലാണ്. ഇത് കൂടി വരികയാണ്, അപ്പോൾ നമുക്കിത് റിമൂവ് ചെയ്യണം. അപ്പം റിമൂവൽ ഓഫ് H പ്ലസ് ഇത് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ബഫർ മെക്കാനിസം വഴിയാണ്. നമ്മൾ 3 ബഫർ മെക്കാനിസം പഠിക്കണം. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യപ്പെടുന്നത് നമുക്ക് അറിയണ്ടേ, എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയണ്ടേ. അപ്പം അതിന് 3 ബഫർ സിസ്റ്റം ഉണ്ട്. ഫേസ്റ്റ് വൺ എന്ന് പറയുന്നത് ബൈകാർബണേറ്റ് ബഫർ സിസ്റ്റം, സെക്കൻഡ് വൺ ഫോസ്ഫേറ്റ് ആണ്, മൂന്നാമത്തത് അമോണിയ. ഓക്കെ, സിമ്പിളാണ്, നമ്മളൊരു ചിത്രം വെച്ച് നമുക്ക് സുഖമായിട്ടിത് പഠിക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തേത് എന്താണ്, ആദ്യത്തേത് ബൈകാർബണേറ്റ് ബഫർ സിസ്റ്റമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്താ ഉള്ളത് ഇവിടെ നമുക്ക് ഇൻഡസ്ട്രീഷ്യം ട്യൂബുലാർ സെല്ല് അതേപോലെ ലുമിനുണ്ട്. ഓക്കെ, ഇതേപോലെ വരച്ചൊക്കെ വയ്ക്കുക. എപ്പോഴും ഡയഗ്രാംസിന് മാർക്ക് കൂടുതലാണ്, അതിനിപ്പോൾ ഫിസിയോളജി ആണെങ്കിലും അനാട്ടമി ആണെങ്കിലും ബയോകെമിസ്ട്രി ആണെങ്കിലും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാം, അത് നമ്മൾ ലുമനിൽ എന്തുണ്ട്, സോഡിയം ബൈകാർബണേറ്റ് ഉണ്ട്. ഓക്കെ, സോഡിയം ബൈകാർബണേറ്റ് ഡിഫ്യൂസ് ചെയ്തിട്ട് ഡിസോസിയേറ്റ് ചെയ്തിട്ട് Na പ്ലസും HCO3 മൈനസും ആയി. ഓക്കെ ആണല്ലോ. എന്നിട്ടോ ഈ Na പ്ലസ് എന്ത് ചെയ്യും, ട്യൂബുലാർ സെല്ലിലോട്ട് പോകും, അത് ഇൻഡസ്ട്രീഷ്യത്തിലോട്ട് പോകും. ഓക്കെ അല്ലേ, ഇതുവരെ ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി എന്താ സംഭവിക്കുക, നമ്മൾ ട്യൂബുലാർ സെല്ലിൽ നമ്മൾ അവിടെ പറഞ്ഞ സെയിം സാധനം H2CO2 കമ്പൈൻ ചെയ്ത് H2CO3 ആയി, ഇത് ഡിസോസിയേറ്റ് ചെയ്യും. ഈ H പ്ലസ് ഈ Na പ്ലസ് ഇങ്ങോട്ട് വരുമ്പോൾ ഈ H പ്ലസ് എന്ത് ചെയ്യണം, നേരെ ലുമനിലോട്ട് പോകണം അല്ലേ. ഇവിടെ Na പ്ലസ് H പ്ലസ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട് അല്ലേ. ഈ H പ്ലസ് ഈ ലുമനിലുള്ള ബൈകാർബണേറ്റ് ആയിട്ട് വീണ്ടും കമ്പൈൻ ചെയ്ത് അത് H2CO3 ആയി മാറും. കാർബോണിക് ആൻഹൈഡ്രേസ് എന്ന എൻസൈമിൻ്റെ ഹെൽപ്പോട് കൂടെ ഇത് വീണ്ടും CO2H2 ആവും. ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യും. നമ്മൾ ബൈകാർബണേറ്റ് ഇവിടെ വെറുതെ ട്യൂബുലാർ സെല്ലിൽ നിൽക്കില്ല, അത് ഇൻഡസ്ട്രീഷ്യത്തിലോട്ട് പോകും. ഓക്കെ, നമുക്ക് പോയിൻ്റായിട്ട് പറയാം. H പ്ലസ് സെക്രീഷൻ ഇൻറ്റു ട്യൂബുലാർ ലുമൻ വിയ Na പ്ലസ് H പ്ലസ് എക്സ്ചേഞ്ച് നമ്മൾ കണ്ടു അല്ലേ. H പ്ലസ് എന്ത് ചെയ്തു, ട്യൂബുലാർ സെല്ലിലോട്ട് ട്യൂബുലാർ ലുമനിലോട്ട് എന്ത് ചെയ്തു, സെക്രീറ്റ് ചെയ്യപ്പെട്ടു. എങ്ങനെ Na പ്ലസ് H പ്ലസ് എക്സ്ചേഞ്ച് വഴി. ഇനി ഈ H പ്ലസ് എന്ത് ചെയ്യും,
വീണ്ടും നമ്മൾ എന്താ പറയുക ഇവിടെയുള്ള ബൈകാർബണേറ്റ് ആയിട്ട് അത് വീണ്ടും കമ്പൈൻ ചെയ്ത് H2CO3 ഫോം ചെയ്യും. ഫോർമേഷൻ ഓഫ് H2CO3 ഡിസോസിയേറ്റ് ഇൻ ടു H2O + CO2 ബൈകാർബോണിക് അൻഹൈഡ്രൈസ്. ഇത് സെല്ലിലോട്ട് റിഫ്യൂസ് ചെയ്യുന്നു, ബൈകാർബണേറ്റ് ഫോം ചെയ്യുന്നു. ഇത് മെയിൻലി നടക്കുന്ന എവിടെയാണോ? ഇത് നടക്കുന്ന മെയിൻലി എവിടെയാണ്? ഇത് PCTയിലാണ് നടക്കുന്നത്. ഓക്കെ, സെക്കൻഡ് ബഫർ സിസ്റ്റം പറയാം, ഫോസ്ഫേറ്റ് ബഫർ സിസ്റ്റം. ഓക്കെ, ഇത് നടക്കുന്നത് DCTയിലും കളക്റ്റിംഗ് ഡക്റ്റിലുമാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ലുമനിൽ ഇത് പറയുന്നതൊക്കെ എങ്ങനെ H+ ഏതിൻ്റെ രീതിയിൽ റിമൂവ് ചെയ്യപ്പെടുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ സോഡിയം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ്. അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ലുമനിൽ Na2HPO4 ഉണ്ട്. ഇത് ഡിസോസിയേറ്റ് ചെയ്യും, Na+ഉം NaHPO4- ആയിട്ട് മാറും. ഓക്കെ, ഈ Na+ നമ്മൾ അവിടെ പറഞ്ഞ പോലെ തന്നെ ട്യൂബുലാർ സെല്ലിലോട്ട് പോയി ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിലോട്ട് പോകും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി എന്താ സംഭവിക്കുക? നമ്മൾ ട്യൂബുലാർ സെല്ലിൽ പറഞ്ഞ സെയിം മെക്കാനിസം നടക്കുന്നു. അങ്ങനെ ഈ H+ എന്ത് ചെയ്യും? നേരെ എക്സ്ചേഞ്ച് ചെയ്യുക, ലുമനിലോട്ട് പോകും. ഇതെന്ത് ചെയ്യും? നമ്മൾ ഡിസോസിയേറ്റ് ചെയ്ത് NaHPO4- ആയിട്ട് കൂടി ചേർന്നിട്ട് NaH2PO4 ആയിട്ട് മാറും. അതാണ് ഞാൻ പറഞ്ഞത് സോഡിയം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ്. ആ രീതിയിൽ എന്ത് ചെയ്യും? എക്സ്ക്രീറ്റ് ചെയ്യപ്പെടും, എക്സ്ക്രീറ്റഡ് ഇൻ യൂറിൻ. ഓക്കെ, അപ്പോൾ സോഡിയം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് എന്ന രൂപേണയാണ് നമ്മൾ H+ അവിടെ റിമൂവ് ചെയ്യപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയേ ഉള്ളൂ. ഇത് വരച്ച് വെക്കുക, ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഓൺ വേർഡ്സിൽ H+ സെക്രീറ്റഡ് ഇൻ ടു ദ ലുമൻ ആൻഡ് റിയാക്ട് വിത്ത് സോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ആയി. അങ്ങനെ സോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ഉണ്ടായി ആൻഡ് ഇറ്റ് ഈസ് എക്സ്ക്രീറ്റഡ് ഇൻ യൂറിൻ. ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് ബഫർ സിസ്റ്റം എന്ന് പറയുന്നത് അമോണിയ ബഫറാണ്. ഓക്കെ, നമുക്ക് നോക്കാം അമോണിയ എവിടെയാണ്? അമോണിയ ബഫർ സിസ്റ്റം ആക്ട് ചെയ്യുന്ന ഒക്കേഴ്സ് മോസ്റ്റ്ലി ഇൻ PCT കേട്ടോ. NH4+ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഗ്ലൂട്ടാമിൻ. ഗ്ലൂട്ടാമിൻ എന്നാണ് ഈ NH4+ അയോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഓൾസോ ഇൻവോൾവ്സ് Na+H+ ആൻറ്റിപോട്ടർ മെക്കാനിസം. ഇവിടെ നമുക്ക് കാണാം, നമ്മൾ സെയിം രീതിയിൽ വരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇൻഡസ്ട്രിയൽ ഫ്ലൂയിഡ്, പ്രോക്സിമൽ ട്യൂബുലാർ സെല്ല്, ട്യൂബുലാർ ഫ്ലൂയിഡ്. ഇത് മെയിനായിട്ട് അമോണിയ ബഫർ സിസ്റ്റം ഒക്കെ ആക്ട് ചെയ്യുന്നത് PCTയിലാണ് കേട്ടോ. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കണേ. ഓക്കെ, അപ്പം നമുക്കറിയാം ഗ്ലൂട്ടാമീന്ന് അമോണിയ പ്രൊഡ്യൂസ് ചെയ്തു. ഈ അമോണിയ ഇങ്ങോട്ട് പോകും, ട്യൂബുലാർ ഫ്ലൂയിഡിലോട്ട് പോകും. ഓക്കെ, എന്നിട്ട് നമ്മൾ ട്യൂബുലാർ സെല്ലിൽ നടക്കുന്ന സെയിം മെക്കാനിസം ഇവിടെ ഉണ്ടാകുന്ന H+ ആയിട്ട് ഇത് കമ്പൈൻ ചെയ്തിട്ട് NH4+ ആയിട്ട് മാറും. ഓക്കെ, പിന്നെ ട്യൂബുലാർ ഫ്ലൂയിഡിൽ നമുക്കറിയാം Na എന്ന് പറയുന്നത് എന്താണ്? ഒരു ആനയോണാണ്. അതെന്തോ. അപ്പോൾ ഈ Na എന്ത് ചെയ്യും? Na+ഉം A- ആയിട്ട് മാറും. ഈ A- ആയിട്ട് കമ്പൈൻ ചെയ്യുന്നത് ആരാണ്? പിന്നെ ഈ അമോണിയം അയോണാണ്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യും? ഈ അമോണിയം അയോണ് യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്യപ്പെടും. ഓക്കെ ആണോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ 3 ബഫർ സിസ്റ്റംസ്. ഇങ്ങനെയാണ് നമ്മൾ യൂറിൻ്റെ അസിഡിഫിക്കേഷൻ മെക്കാനിസംസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ 2 മെക്കാനിസം ഉണ്ട് നമുക്ക്. ഒന്നെന്താണ്? H+ സെക്രീഷൻ ഇൻ ടു ട്യൂബുലാർ ഫ്ലൂയിഡ് അല്ലേ? നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു അല്ലേ? ബൈകാർബണേറ്റ് ട്യൂബുലാർ സെല്ല് ഫോം ചെയ്യുന്നത് ഇൻഡസ്ട്രീഷ്യലത്തിലോട്ട് പോകുന്നു, H+ എന്ത് ലുമനിലോട്ട് പോകുന്നു അല്ലേ? ആ ഒരു മെക്കാനിസം Na+ ഇവിടെ ലുമനിൽ ട്യൂബുലാർ സെല്ലിലോട്ട് വരുന്നു, ആ സംഭവം. ഓക്കെ, ഇനി എന്താണ് സെക്കൻഡ് എന്ന് പറയുന്നത്? റിമൂവൽ ഓഫ് H+ ഫ്രം ട്യൂബുലാർ ഫ്ലൂയിഡ്. അതിന് നമ്മൾ 3 ബഫർ സിസ്റ്റംസിൻ്റെ കാര്യം പറഞ്ഞു. ഓക്കെ ആണോ? ഓക്കെ, പിന്നെ നമുക്കൊരു ക്ലിനിക്കൽ കോറിലേഷൻ പറയാനുള്ളത് ഫാങ്കോണി സിൻഡ്രോമാണ്. ഇത് നിങ്ങൾ ബയോകെമിസ്ട്രിയിലും ഒക്കെ കേട്ടതാണ് അല്ലേ? ഇതെന്താണ്? ഇതൊരു റീനൽ ട്യൂബുലാർ അസിഡോസിസ് ആണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, മെയിനായിട്ട് ഇവിടെ നടക്കുന്നത് എന്താണ്? ഇവിടെ കിഡ്നീസ് ആർ ഇൻകേപ്പബിൾ ഓഫ് എക്സ്ക്രീറ്റിംഗ് ലാർജ് എമൗണ്ട് ഓഫ് ആസിഡ്. അങ്ങനെ മെറ്റബോളിക് അസിഡോസിസ് റിസൾട്ട് ചെയ്യും. അതായത് ആസിഡിഫിക്കേഷൻ ഓഫ് യൂറിൻ ഇവിടെ അങ്ങനെ ഇൻഹിബിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കാൻ? നടക്കൂല. H+ റിമൂവ് ചെയ്യപ്പെടില്ല. ഇതിങ്ങനെ കൂടി വരും, അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ഫാങ്കോണി സിൻഡ്രോം. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ RT അഥവാ റീനൽ ട്യൂബുലാർ അസിഡോസിസ്. ഓക്കെ ആണോ? പിന്നെ ഈ ഒരു ടോപ്പിക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫിസിയോളജിയിലും ബയോകെമിസ്ട്രിയിലും ഉണ്ട്. 2 സബ്ജക്ട്സിനും നിങ്ങൾക്ക് ഒരുപോലെ പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് ഈ ഒരു അസിഡിഫിക്കേഷൻ ഓഫ് യൂറിൻ. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം ഓഫ് അസിഡിഫിക്കേഷൻ ഓഫ് യൂറിൻ നന്നായിട്ട് പഠിക്കാം. ഒരു 6 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. താങ്ക് യു.